ഹായ് ഹലോ. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞ് വീഡിയോ ഒക്കെ ഡെയിലി ഇങ്ങനെ ഇട്ടാലാണ് റീച്ച് കിട്ടുള്ളൂ, വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാലല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. ഞാൻ ഇന്നിപ്പോൾ വീട്ടിലുണ്ടല്ലോ, ഞായറാഴ്ചയാണ്, നിങ്ങൾ കാണുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. അപ്പോൾ ഞായറാഴ്ചത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്ത്. കോലം കണ്ടിട്ട് പേടിക്കണ്ട. കാലത്തെ ഇന്നത്തെ ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് അലക്കലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അലക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരുവിധം എല്ലാം തീർന്ന് വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് വലിയ ഉപകാരമാണ്. ഇനിയിപ്പോൾ നമുക്ക് കാലത്തെ ഭക്ഷണം, ഉച്ചക്കത്തെ ചോറ് ഇതൊക്കെ റെഡിയാക്കണം. അതിന് മുന്നേ ഇത് അലക്കലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് പോയി കുളിക്കണം. നമുക്ക് അനീഷേട്ടൻ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ അരിയൊക്കെ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന്. അപ്പം ഇനിയിപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെക്കണം. കാലത്തിന് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല, ബ്രെഡ് വാങ്ങിച്ചിട്ടുണ്ട്, കോഴിക്കറി ഇന്നലെ വെച്ചത് ഇരിപ്പുണ്ട്. അപ്പോൾ കോഴിക്കറിയും ഈ ബ്രെഡും കൂടി കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വെച്ച് നിൽക്കണ് കണ്ട. അപ്പോൾ ഒരുവിധം നമ്മൾ തുണിയൊക്കെ അലക്കൊക്കെ കഴിഞ്ഞിട്ടാ. ഇനിയിപ്പോൾ 2 മുണ്ടും ഒരു ഷർട്ടും കൂടി പശ മുക്കി കഞ്ഞിവെള്ളം ഒഴിച്ച് മുക്കി ഇതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ അലക്ക് കഴിഞ്ഞു. ഇങ്ങനെ ആ വെള്ളമുണ്ട് ഞാൻ കാണുന്ന സമയത്തൊക്കെ അനുചേട്ടൻ പാൻറ് ഇട്ടുകൊണ്ടൊക്കെ കിടക്കണതാണ് ഞാൻ കാണുന്നത്. ഈ മനുഷ്യനിങ്ങനെ വെള്ളമുണ്ട് കൊടുത്ത് മറ്റേ എന്തെന്നാണ്ടോ എന്തിട്ടാണ് രാംരാജ് മുണ്ടിൻ്റെ പരസ്യത്തിന് അടുക്കണ ഒരു പോലത്തെ മനുഷ്യനാണെന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിയണത്. ഞാൻ പെട്ടില്ലേ, അലക്കി കഴിയാൻ മാത്രം പറ്റൂല, അത് പശ മുക്കി കഞ്ഞിവെള്ളം മുക്കി വടി പോലെ ആക്കണം. തേച്ചൊന്നും ഞാനിപ്പോൾ കൊടുക്കാറൊന്നുമില്ല, ആദ്യമൊക്കെ തേക്കുമായിരുന്നു. അപ്പോൾ പുതുമോടിയിലൊക്കെ. ഇപ്പം തേക്കൊന്നുമില്ല. ഇപ്പം ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിടത്തോട്ടൊന്നും പറഞ്ഞവർക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് തേക്കലൊക്കെ ചേട്ടൻ തന്നെ തേച്ചിട്ടുണ്ടൊക്കെ പോയിക്കോളും. നമുക്ക് അലക്കി ഇടണം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെള്ളം കൊണ്ടൊക്കെ ഇത്ര നാളൊക്കെ കല്ല് വേണം അലക്കിച്ചത്, ഇപ്പം എനിക്ക് വരണില്ല. അപ്പം ഞാൻ മിഷത്തിൽ തന്നെ ഒന്ന് ഇട്ട് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നല്ല വെള്ളത്തിൽ ഊരി കഞ്ഞവെള്ളം ഇതൊക്കെ മുക്കിയിട്ട് ഇനിയിപ്പം അതുകൊണ്ട് വിരിച്ചു കഴിഞ്ഞാൽ അലക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ട് പോയി കുളിച്ച് വൃത്തിയായിട്ട് ഞാൻ വരാം. ഈ കോലത്തിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഒന്ന് കുളിച്ചിട്ട് വരാനോർത്തപ്പോഴേക്കും അയാൾക്ക് വിശപ്പിന്റെ വിളി വന്നു. അപ്പൊ ഞാൻ നമ്മുടെ കോഴിക്കറിയൊക്കെ എടുത്ത് വെച്ച ഫ്രിഡ്ജിലിരിക്കുകയാണ്. അപ്പൊ കോഴിക്കറിയും ഇന്നലെ ഇത്തിരി ചോറ് ബാക്കി വന്നതൊക്കെ പുറത്തിറക്കി തണവൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തോട്ട് ഇറക്കി വെക്കാട്ടെ നമുക്ക്. നമ്മുടെ കോഴിക്കറിയൊക്കെ ഒന്ന് തണവൊക്കെ പോട്ടെ. തണവ് പോകാണ്ട് വേഗം ചൂടാക്കിയാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം ഈ ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു മറ്റേ നമ്മുടെ ലോഷനൊക്കെ ഉണ്ടാക്കുമല്ലോ, ലോഷനൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് വാങ്ങിച്ചുണ്ടാക്കിയേക്കണ പശ ഉണ്ടാ. ഈ പശ ഉണ്ടാക്കണതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കി വെച്ചേക്കണ പശയാണ്. അപ്പം ഈ പശയൊക്കെ ഒഴിച്ച് നമുക്കൊന്ന് വിരിച്ചിടാം. അത്യാവശ്യം നല്ല പശയുണ്ട് കേട്ടോ, നല്ല സ്റ്റിഫാണ് കേട്ടോ, നല്ല മണമൊക്കെ ഉണ്ട്. ഇതേപോലെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ തുണിമേൽ കയറിപ്പിടിക്കും. അപ്പം എല്ലാ ഭാഗത്തോട്ടും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് മുക്കി വെച്ച് കഴിഞ്ഞിട്ട് നല്ലോണം കൊട്ടിക്കൊടഞ്ഞ് വിരിക്കണോട്ടെ. ഇനി അതൊരു ടാസ്ക്കാണ്. ഇത് ഡബിൾ മുണ്ട് കാരണം തന്നെ 2 ലെയർ ആയിട്ടായിരിക്കും. അപ്പം ഈ ലെയറൊന്നും അങ്ങാട് ഇങ്ങാട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇതൊന്ന് പിടിച്ചു തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണം. അപ്പൊ അതും ആ അഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഞാൻ അഡ്ജസ്റ്റ്മെന്റിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യണത്. കണ്ട 2 ലെയറിൽ മുണ്ട് കിടക്കണം. അതൊരു മരിങ്ങിനെ ഇപ്പൊ ഞാൻ ചെയ്തത് എനിക്കറിയാം എൻ്റെ ട്രിക്ക്. അതഴിഞ്ഞു പോകാത്ത വിധത്തിൽ ഞാൻ എല്ലാം കൊട്ടി കൊടഞ്ഞ് വിരിച്ചൊക്ക ഇതാണ്. മേള പോലെ വസ്ത്രമേളയാണ് ഇവിടെ. വസ്ത്രമേള, അലക്കുമേള. ഓ എല്ലാം 3 അഴയാണ്, 3 അഴ ഫുള്ളാണ് കേട്ടോ തുണികളൊക്കെ. ഇതും കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് എൻ്റെ പണി. വീക്കിലുള്ള അലക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ഇനി ഒരാഴ്ചത്തൊക്കെ ഞാൻ അലക്കൂല. അലക്കും. വീട്ടിലിടുന്ന നമ്മുടെ ചെറിയ ഡെയിലുള്ള ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ 2-3 ഉണ്ടാവുള്ളൂ. അത് അമിച്ച് വാഷിംഗ് മെഷീനിലിട്ട് ഉണക്കി തന്നോളൂ. നല്ല ഡ്രസ്സുകളൊക്കെ നമ്മൾ ഒരാഴ്ചത്തിട്ട് അലക്കുള്ളൂ കേട്ടോ. അപ്പം ഒരു 7 ഡ്രസ്സോളം 6 ദിവസത്തെ ഡ്രസ്സ് ഉണ്ടാവും. പിന്നെ അനിച്ചേട്ടൻ്റെ വക വെള്ളമുണ്ടും അതും കൂടെ അലക്കാനേ ഉണ്ടാവുള്ളൂ. വീക്കിലാണ് ഞാൻ അലക്കും കാര്യങ്ങളൊക്കെ.
അപ്പോൾ പോയിട്ട് എന്തെങ്കിലും കഴിക്കാട്ടോ, എനിക്ക് വിശന്നിട്ടാണ്. അപ്പോൾ ഇന്നലെ കോഴിക്കറിയൊക്കെ ഉണ്ടാക്കിയ കാരണം ഒരു സമാധാനം ഉണ്ട്. കറിക്കൊന്നും വെക്കണ്ട. ഇനിയിപ്പോൾ രാവിലെ ഇത്തിരി ചോറിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു ഇത്തിരി കറിനകത്ത് നിന്ന് എടുത്തിട്ട് നമുക്കൊരു 2 കഷ്ണം ബ്രെഡും കൂട്ടിയിട്ട് കാലത്തെ ചായ ബ്രേക്ക്ഫാസ്റ്റ്. ഇനിയിപ്പോൾ ഇത് ഉച്ചക്ക് തീരോട്ടോ. ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഇരുന്ന് കഴിച്ച് വരുമ്പോൾ ഉച്ചക്കൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അൻചേട്ടൻ കഴിക്കാനിരിക്കണം. അപ്പോൾ പിന്നെ അൻചേട്ടന് ഒരു കമ്പനി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ 2 ബ്രെഡും ഇത്തിരി കോഴിക്കറിയൊക്കെ എടുത്തിട്ട് ഞാൻ അൻചേട്ടൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കണം. ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ എനിക്ക് മടിയാണ്. അൻചേട്ടൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ കൂടെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ പുളിയും തേവാരമൊക്കെ അത് കഴിഞ്ഞിട്ട് നടത്താമെന്ന് ആലോചിച്ച് അപ്പം ഞാൻ കഴിക്കണം. ഇപ്പോൾ നമ്മുടെ കോഴിക്കറിയുടെ ഗ്രേവിയൊക്കെ എല്ലാവരും കോരി എടുത്ത് ഇനിയിപ്പോൾ കഷ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ ഉച്ചക്ക്. അപ്പോൾ ഉച്ചക്ക് അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി കുറച്ച് പരിപാടികൾ നമുക്ക് അകത്തുണ്ട്. നല്ല കോലത്തിലാണ്. ഇപ്പോൾ ജോലിക്ക് പോകണ കാരണം വീട് കിടക്കണ കോലം ഒന്ന് കാണണം നമ്മ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി പരിപാടിയും കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുക്കളയിൽ വന്നു കഴിഞ്ഞിട്ട് ഇത്തിരി ചോറ് ഇരിപ്പുണ്ട്. അത് തിളപ്പിച്ചൂറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 3 അരിക്കുള്ള ചോറ് ഇരിപ്പുണ്ട്. ഇത്തിരി ബിരിയാണി അരി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്ക വരുമ്പോൾ ഒരിത്തിരി നെയ്ച്ചോറ്, തട്ടിക്കൂട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കി വെക്കാമെന്ന് ഓർത്ത്. കോഴിക്കറി ഉണ്ടല്ലോ, അപ്പോൾ അതും കൂട്ടിയിട്ട് അവൻ കഴിച്ചോളൂ. ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. അപ്പം അതിന് കുറച്ച് സവാള, ഒരു പച്ചമുളക്, ഇത്രയും മതി കേട്ടാ. ഇത്ര ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നെയ്ച്ചോറ് നമുക്ക് പറഞ്ഞ നേരം കൊണ്ട് ഉണ്ടാക്കാം. പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തോ. കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല എളുപ്പത്തിലുള്ള നെയ്ച്ചോറാണ്. അങ്ങനെ ഞാൻ സവാളയൊക്കെ തൊണ്ടളഞ്ഞ് ഇനിയിപ്പോൾ അരിയണം. ഭയങ്കര മടിയാണ് ഇപ്പോൾ പണിയെടുക്കാനായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേക്കും ഈ തളർച്ചയാണ്. എവിടെയെങ്കിലും ഒന്ന് കിടക്കണമെന്ന്. കശുവണ്ടി ഉണ്ട്, പട്ടിയുണ്ട്, കുരുമുളക് ഉണ്ട്, ഏലക്കായ ഉണ്ട്, ഇത് എന്താ പറയണ സ്റ്റാർ എന്തെന്നാണാവും. പിന്നെ സവാള, ഒരു പച്ചമുളക്, 2 പച്ചമുളക് വെച്ചിട്ടുണ്ട്, ഒരെണ്ണം ഇടുള്ളൂ. ശരിയണുള്ളൂ. മിക്കൂന് ടോമോനും ഉണ്ടാവും. ചിലപ്പോൾ ഒരാൾക്ക് കഴിക്കാനുള്ളൂ. എന്തെങ്കിലും ആവട്ടെ. ആ അരി അപ്പം അതങ്ങോട്ട് ചിലവായി പോവും. ഇനിയിപ്പോൾ ചോറൊക്കെ എനിക്ക് മടിയാണ്. ഭയങ്കര മടിയാണ് എനിക്ക് ചോറ് ഞാൻ. എനിക്ക് മടിയുള്ള പോലെ ഞാൻ എൻ്റെ പിള്ളേർക്കും മടിയാണ് ചോറ് ഞാനായിട്ട്. ഡെയിലി ബിരിയാണിയും കുഴിമന്തി ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും സന്തോഷമാണ് നമുക്ക് മക്കൾക്കും. അതാണ് ചേട്ടൻ എന്തൊരു പാടാണെന്നറിയോ. അപ്പം ഇപ്പം പിന്നെ ഞായറാഴ്ചയാണ് വീട്ടിലൊക്കെ നിൽക്കണ ദിവസമല്ലേ. അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവരും ഒരു ഹാപ്പി ആവും. അപ്പം ഇത്ര സാധനങ്ങൾ വെച്ചിട്ട് തട്ടിക്കൂട്ട് ബിരിയാണി ചോറാണ് ഉണ്ടാക്കാൻ പോകണം. അതിൻ്റെ വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ചോറ് കഴുകി വെള്ളത്തിലോട്ടിടാം. ഞാൻ ഈ വീഡിയോ ചെയ്യണ നേരത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുണുന്ന് പറഞ്ഞ് അവിടെ വന്നെന്ന് പറയും. അപ്പം അതിന് മറുപടി കൊടുക്കുമ്പോൾ ആണ് ഞാനിങ്ങനെ ഒരു വ്യത്യാസം വരുമല്ലോ. മിണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേൾക്കൂല. അപ്പം നമ്മുടെ ചോറൊക്കെ ഞാൻ തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് വെക്കേണ്ട. ആ പച്ചമുളകും സവാളയൊക്കെ ഇരിക്കണത് നല്ലപോലെ ഒന്ന് അരിഞ്ഞ് അതും വെക്കണം. എന്നിട്ട് നമുക്ക് കോഴിക്കറി വെച്ചാൽ ആ പാത്രം ഒന്ന് ഒഴിവാക്കിയിട്ട് ആ പാത്രത്തിൽ തന്നെ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കാം. അപ്പം ആ ഒരു ഗ്രേവിയും കാര്യങ്ങളൊക്കെ അതിനകത്തോട്ട് ഇറങ്ങിക്കോളും. പാത്രം കഴുകാൻ വേണ്ടിയിട്ടാണ്. ഈ വീട്ടിലെ മാർക്കോ സിനിമ കണ്ടേ പിന്നെ അൻചേട്ടന് ഇതാണ് പാട്. പട്ടയുടെ ചെവിക്ക് പിടിച്ച് പൊക്ക, കാല് പിടിച്ച് പൊക്ക, എടുത്ത് കറക്ക, ഇതൊക്കെയാണ് പഞ്ചേട്ടൻ്റെ വിനോദം. ഇങ്ങനെ ഏത് നേരം നമ്മളെ കടിച്ചുകൊണ്ടിരിക്കണം ബ്രൂണോ കടിച്ചാണ് നമ്മളെ സ്നേഹിക്കണത്. വല്ലോടത്തും കടന്നുവെച്ചതിന് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് പോക്കി കൊണ്ടുവന്നതാണ് ഞാൻ. ഇതിപ്പോൾ ഒരു രക്ഷയില്ല. സ്നേഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടിച്ചാണ് ഞങ്ങളുടെ സ്നേഹം മുഴുവനും പ്രകടിപ്പിക്കുന്നത്. അതൊരു പ്രശ്നമാണ്. നെയ്ച്ചോറുണ്ടാക്കണ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ക്യാമറ ഓണാക്കാൻ മറന്നുപോയി. എൻ്റെ വീഡിയോയിലൊക്കെ കിടപ്പുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വേറെ ബാക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ്. നമ്മ ഡാൽഡ ഇട്ടിട്ട് കഴിഞ്ഞിട്ട് ആ പട്ടയ സാധനങ്ങളൊക്കെ ഇട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് സവാളയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് നമ്മുടെ അരിയും വഴറ്റി 1 ഗ്ലാസ് അരിക്കാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് തൊട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയ്ച്ചോറ് റെഡിയാണ്. അപ്പോൾ ഇനി നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ കോഴിക്കറിയും ബ്രെഡൊക്കെ എടുത്തിട്ട് ഞാനകത്ത് ടേബിളുമ്പോൾ കൊണ്ടുവന്ന് വെച്ച് പുറത്തായിട്ടാണ് അടുക്കള. അപ്പം തിരിച്ച് ചെല്ലുമ്പോഴേക്കും അത് പൂച്ചയൊക്കെ കൊണ്ടുവരണം. എന്നിട്ട് ഞാൻ പോയി കുളിച്ചോണ്ടൊക്കെ വരാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബാസന്തിൻ്റെ പോലെ നേരത്തെ വെച്ചത് ഇപ്പം മറ്റേ ചന്ദന മഴയില അമൃതയുടെ പോലെ. ഇപ്പോൾ കുറച്ച് കലാപരിപാടികൾ ഉണ്ട്. കലാപരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ വർക്കുകളൊക്കെ ഞാൻ വീട്ടിൽ വന്നിരുന്നിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഈ ഒരു ദിവസമുള്ളതല്ലേ നമുക്ക്. അപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്ത് മിക്കൂസ് വന്ന് ബിരിയാണി ഉണ്ടായപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടാണ്.
സ്നേഹപ്രകടനം കണ്ടില്ലേ? ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതേപോലെയാണ്, ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞായറാഴ്ചത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വലിയ പണികളൊന്നും ഉണ്ടാവില്ല. കുറേ അലക്കാനുണ്ടാവും, ഒന്ന് വീടൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടാവും. പിന്നെ ഇനി രാത്രിയും ഇത്തിരി ചോറോളം എടുത്ത് കഴിച്ച് നമ്മൾ കിടന്നുറങ്ങും. നേരം വെളുക്കും, ജോലിക്ക് പോകും. ഇത് തന്നെ എൻ്റെ ഡെയിലി റൂട്ടീൻ. അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരാൻ നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് ഒന്ന് പോകണം കേട്ടോ, പോണതിന് മുന്നേ.